എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KTH ജ്വല്ലറി സിൽവർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് KNS ബിൽഡിംഗ് നിയർ ഗ്രാമീൺ ബാങ്ക് അകമ്പാടം. റിട്ടയർഡ് SI ഇനി ജനപ്രതിനിധി. ചയ്യാർ മൈലാടി സ്വദേശി കാട്ടുമുണ്ട ബഷീർ എന്ന നാട്ടുകാരുടെ ബാബുക്കയാണ് ഇനി മൈലാടിയുടെ ജനപ്രതിനിധി എന്ന നിലയിൽ ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവുക. LDFന്റെ സിറ്റിംഗ് വാർഡായ മൈലാടിയിൽ 104 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കന്നി വിജയം നേടിയത്. LDFന്റെ സിറ്റിംഗ് വാർഡായ മൈലാടിയിൽ 104 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കന്നി വിജയം നേടിയത്. 30 വർഷത്തിലേറെ സേവനം ചെയ്തപ്പോഴും നാട്ടിലെ പ്രശ്നങ്ങളിൽ സജീവമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ജനം തന്നിലർപ്പിച്ച വിശ്വാസത്തിനൊപ്പം പ്രവർത്തിക്കുമെന്ന് എ+ വിഷൻ അനുവദിച്ച ആദ്യ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തനിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ മൈലാടിയിലെ എല്ലാവരുടെയും പിന്തുണയോടെ അടുത്ത 5 വർഷം കൊണ്ട് വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇലക്ഷൻ മാമാങ്കമൊക്കെ കഴിഞ്ഞു. നമ്മൾ ജനങ്ങളുടെ ആ സ്നേഹം, നിറഞ്ഞ സ്നേഹം ശരിക്കും കിട്ടിയിട്ടുണ്ട്. നമുക്ക് വിചാരിച്ചേക്കാൾ കൂടുതൽ 104 വോട്ടിന്റെ ഭൂരിപക്ഷം തന്ന നാട്ടുകാരാണുള്ളത്. അപ്പൊ ഇനി എൻ്റെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, ഇലക്ഷൻ കഴിഞ്ഞു. ഇനി മൈലാടിക്കാർ എന്ന് പറഞ്ഞ ഒരു ടീമാണ്. അതിൽ നമ്മളെ എതിർ സ്ഥാനാർത്ഥി അഷ്റഫ് അടക്കം കൂടിയിട്ട് ഇവിടുത്തെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. നമുക്ക് കുറേ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇവിടുത്തെ ഈ മൈലാടി അംഗനവാടി റോഡ് മുതൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അംഗനവാടിയുടെ കാര്യം പറഞ്ഞാൽ ശരിക്കും പരിസരത്തൊന്നും ഇത്രത്തോളം പ്രയാസം സഹിക്കുന്ന ഒരു അംഗനവാടി ഉണ്ടാവില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട MLA ഉണ്ട്, MLAമാർ 2 പേരുണ്ട്, ബഷീർ സാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആര്യൻ ഷൗക്കത്ത് സാറുണ്ട്. അവരൊക്കെ നല്ല പിന്തുണയുണ്ട്. പിന്നെ നമുക്ക് ഗ്രാമം കിട്ടിയിട്ടുണ്ട്, ബ്ലോക്ക് ബീനുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ജില്ലാ ജോസ്മി ഉണ്ട്. എല്ലാം നല്ലൊരു സെറ്റപ്പ് ടീമായിട്ട് മാക്സിമം ഈ മൈലാടിക്കാർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം തന്നെയാണ് ഉദ്ദേശിച്ചുള്ളത്. പിന്നെ വഹാബ് സാറ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏറ്റവും നല്ല സ്ഥാപനം നമ്മളെ മൈലാടി എത്തിങ്ങാനയുടെ കീഴിലുള്ള അമൽ കോളേജ്. ഈ അമൽ കോളേജിന് NSS ടീം എന്ന് പറഞ്ഞാൽ നല്ല പ്രശസ്തമായ ടീമാണ്, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ടീമാണ്. അവരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ മൈലാടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നല്ലൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ കാർഷിക രംഗത്ത് വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ തൊട്ടടുത്ത് വന്യമൃഗ ശല്യം ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്, പന്നികളുടെ ശല്യം, ആനയുടെ ശല്യമൊക്കെ ഉണ്ട്. ഇതിനൊക്കെ എങ്ങനെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി ആലോചിച്ചിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. ഒരു പഞ്ചായത്തുകളുടെ പരിധിയിൽ പെട്ടുകൊണ്ടുള്ള മാക്സിമം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോഴുള്ളത്. PK ബഷീർ MLA, ആര്യാടൻ ഷൗക്കത്ത് MLA, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബീന, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്നിവയുടെ പിന്തുണയോടെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടും. മൈലാടി അംഗനവാടിക്ക് കൂടുതൽ സൗകര്യമൊരുക്കും. റോഡ്, വന്യമൃഗശല്യം എന്നീ വിഷയങ്ങൾക്കാണ് മുൻഗണന നൽകുക. മൈലാടി ഗവൺമെന്റ് UP സ്കൂളിന് ഒരു മൈതാനം എന്നതും തന്റെ ലക്ഷ്യങ്ങളാണെന്നും അദ്ദേഹം പറയുന്നു. മൈലാടിയിൽ യുവജനങ്ങൾക്കായി കൂടുതൽ അവസരമൊരുക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടക്കത്തിൽ ഏറ്റവും ആദ്യത്തിൽ ഇപ്പോൾ നമ്മൾ എതിരെ വന്നിരുന്ന വലിയൊരു പ്രചരണം ഇവിടുത്തുകാരനല്ല എന്നത് അധികം ആൾക്കാർക്ക് അറിയാണ്ടാണ്. കാരണം ജോലിയുടെ ഭാഗമായിട്ട് വിവിധ സ്റ്റേഷനിൽ വർക്ക് ചെയ്തു. ഇവിടെ 12 വർഷത്തിലധികമായി ഞാൻ താമസിച്ച് കാര്യങ്ങൾ ചെയ്തു വരികയാണ്. അപ്പൊ നമ്മൾ ഫ്ലെക്സ് വെക്കാതെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ജനങ്ങൾക്ക് ഉപകാരം കൊടുക്കുക എന്നല്ലാതെ അതിലപ്പുറത്തൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരനല്ല എന്നുള്ള പ്രചരണം ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ എന്നെ നെഞ്ചോട് ചേർത്തിട്ടാണ് ഈ വലിയ ഭൂരിപക്ഷം തന്നിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ കടപ്പെട്ടവനാണ്. 2018-ലെയും 2019-ലെയും പ്രളയകാലങ്ങളിലും കോവിഡ് കാലങ്ങളിലുമെല്ലാം ബഷീറിന്റെ സേവനം നാടിന് ലഭിച്ചിരുന്നു. ജനങ്ങൾക്കൊപ്പം അവരിൽ ഒരാളായി 5 വർഷം താൻ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ബഷീർ നൽകുന്നത്. എ+ വിഷൻ, ചാലിയാർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.